നമ്മളെ കുരുമുളകിൻ്റെ വിളവെടുപ്പാട്ടോ. അപ്പോൾ ഏകദേശം ഫുള്ള് നല്ല പാകമായിട്ടുണ്ട്, പഴുത്തിട്ട് എല്ലാം പാകമായിട്ടുണ്ട്. നമ്മൾ ഈ കുരുമുളക് ചെയ്തിട്ടുള്ളത് PVC പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നിലത്ത് ഇതുപോലെ ഷീറ്റ് വിരിച്ചിട്ട് താഴെയുള്ളതൊക്കെ അതിലേക്ക് നേരെ പറിച്ചിടുക കേട്ടോ ചെയ്യണേ. ബാക്കിയുള്ളത് ലാഡറായിട്ടാണ് നമ്മൾ പറിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് പറിക്കണ വീഡിയോയാണ് നമ്മൾ ചെയ്യണം കേട്ടോ. ഇത് നമ്മളെ തേവെന്ന് പറഞ്ഞിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം വെച്ചിട്ടൊരു 3 വർഷമൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്നും നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ കുറച്ച് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഏകദേശം ഒരു 7-8 കിലോൻ്റെ അടുത്ത് പച്ചക്കുരുമുളക് നമുക്കൊരു 3-ാമത്തെ വർഷം മുതൽ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 3 വർഷം ആയിട്ടില്ലത്, ഏകദേശം ആവണുള്ളൂ. ഈ സൈഡിൽ നമ്മൾ 3 വർഷം ആവണുള്ളൂ കേട്ടോ നമ്മൾ തൈ വെച്ചിട്ട്. അത് ആദ്യം നമ്മൾ തൈ വെച്ചത് ഒരു ചെറിയ കംപ്ലൈൻറ്റ് പറ്റിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3-ാമത്തെ വർഷം ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചാണ്. ഇതൊക്കെ നമ്മൾ 5 വർഷമായതാട്ടോ. ഇതിൽ നമ്മൾ വിളവെടുത്തിട്ടില്ല, വിളവെടുക്കാൻ വേണ്ടി പോകണുള്ളൂ. ഇതിലൊക്കെ നിറയെ കായുണ്ട്. നമ്മൾ 4 മീറ്റർ ഹൈറ്റാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ പറിക്കാം കേട്ടോ. ലാഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിന്ന് പറിക്കാം നമുക്ക്. അപ്പോൾ ഹൈറ്റ് ഇതിൽ പ്രധാനമാണ്. നമ്മൾ PVC പൈപ്പിൽ ചെയ്യുമ്പോൾ 5, 6, 7 മീറ്റർ ആൾക്കാർ ചെയ്യലുണ്ട്. ഒരു 5 മീറ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ പൈപ്പിന് ബെൻഡ് പ്രശ്നങ്ങളൊക്കെ വരും. അത് കണ്ടില്ല, ഇതിപ്പോൾ 4 മീറ്ററാണ് വരുന്നത് ഹൈറ്റ്. അതിലിപ്പോൾ നമുക്ക് പറിക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ലാഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് പറിക്കാം. ഒരിതില്ല, നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ PVC പൈപ്പിൽ കുരുമുളക് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ PVC പൈപ്പിൽ ചെയ്യുന്നത്, മരത്തിൽ ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞു. മരത്തിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വിളവ് നമുക്ക് PVC പൈപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. PVC പൈപ്പിലാവുമ്പോൾ നമുക്ക് അതിന് കൊടുക്കുന്ന വളം അതിന് തന്നെ കിട്ടണതുകൊണ്ട് നമുക്ക് ആവറേജ് ഇപ്പോൾ നമ്മൾ ഇതിമെന്നൊക്കെ പറിച്ചപ്പോൾ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് 10 കിലോൻ്റെ മുകൾക്ക് പച്ചക്കുരുമുളക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു 3 പോസ്റ്റാണ് നമ്മളിപ്പോൾ അറുത്തത്. 4-ാമത്തെ പോസ്റ്റ് ഇപ്പോൾ അറക്കണുള്ളൂ. അപ്പോൾ ആ 3-ാമത്തെ പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും കുരുമുളക് നമുക്ക് 3 പോസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കുരുമുളക് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് പന്നിയൂർ തേവെന്ന് പറഞ്ഞിട്ടുള്ള ഇനാണ്. നല്ല തൂക്കം കൂടുതൽ, ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല തൂക്കം കൂടുതലാണ്. അതിൽ നമ്മൾ നിലത്ത് ഷീറ്റ് വിരിച്ചുകൊണ്ട് തന്നെ അതിലുള്ള തെറിച്ച് പോണ ആ ചെറിയ കുരു ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കുരുമുളക് അറക്കുന്നത്. നമ്മൾ അറക്കുന്ന രീതി അങ്ങനെയാണ്. ഒരിക്കലും തോട്ടി കൊണ്ടോ വേറെ ഇതുകൊണ്ടൊന്നും അറുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അറക്കുന്നത്. അപ്പോൾ ഇത്രയും കുരുമുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നീ പോട്ടിക്കാണ് ഇനി കിടന്നോ. അപ്പോൾ ഇതുപോലെ ലാഡർ ഇട്ടിട്ടാണ് നമ്മൾ പറിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ നേരെ പറിക്കണതൊക്കെ നേരെ അതിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കുരുകളൊക്കെ തെറിച്ച് പോകണതൊന്നും പ്രശ്നം വരില്ല. അപ്പോൾ ഇന്ന് വിളവെടുപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരൊറ്റ പോസ്റ്റിൽ നിന്ന് അറുത്തതാണ് നമ്മൾ വേറെ മാറ്റി വെക്കണം കേട്ടോ. ഈ ഒരു പോസ്റ്റിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഈ രീതിയിലാണ് പറിക്കണത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു, ഇതെങ്ങനെയാണ് പറിക്കുക, ഏടി ചാരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതുപോലെ ഒരു ലാഡർ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആർക്കും നിന്ന് പറിക്കട്ടെ. ഒറ്റ പോസ്റ്റത്തെയാണ് നമ്മൾ വിളവെടുക്കുന്നത്. നമുക്കൊരു പോസ്റ്റിൽ നിന്നും കഴിഞ്ഞ തവണയൊക്കെ ഏകദേശം 3 കിലോൻ്റെ മുകൾക്ക് ഉണക്ക കുരുമുളക് കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ കൊഴുത്ത് നല്ല രീതിയിൽ പാകമായിട്ടുണ്ട്, നല്ല മൂത്ത് പൊഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരൊറ്റ കാലിൽ നിന്ന് പറിക്കണത്. ബാക്കിയുള്ള കാലുകളിൽ നമുക്കിവിടെ 30 പോസ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 30 പോസ്റ്റിലൊരു 10 പോസ്റ്റ് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ ചെയ്തിട്ട്. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 5-6 വർഷമായിട്ടുണ്ട്. PVC പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ കുരുമുളക്.